സെർച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് നിങ്ങളെപ്പറ്റി തിരക്കുന്നുണ്ടാവാം. അങ്ങനെ പിന്നെ അയാൾക്കൊരു പേടിയുണ്ട്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോ എന്നൊക്കെ ഓർത്തൊരു പേടിയൊക്കെ ഉണ്ട്. അത് ശരിക്കും അയാൾക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ടുണ്ട്. അയാൾക്ക് അതായത് നിങ്ങളെ ശല്യം ചെയ്യണമെന്നുമില്ല, പക്ഷെ നിങ്ങൾ മാറിയിട്ടുണ്ടോ അതോ ഇല്ലയോ എന്നൊക്കെ അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളായിട്ട് കണക്ഷൻ ഉള്ള എല്ലാ ആൾക്കാരോടും ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോടൊക്കെ തിരക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് വഴി വിളിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തി. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ ചെയ്ത തെറ്റൊക്കെ അയാൾക്ക് മനസ്സിലായി, പക്ഷേ ഒരു ചമ്മലും ഒരു കുറ്റബോധമൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ പറയുന്ന പോലെ സിമ്പിൾസ്, യൂണിവേഴ്സൽ സിമ്പിൾസ്, പിന്നെ ഏഞ്ചൽ മെസ്സേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി നല്ലതുപോലെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമിലൊക്കെ ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നേരത്തെ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ 111 അങ്ങനെയുള്ള സെയിം നമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി കാണുന്നുണ്ട്. അതായത് യൂണിവേഴ്സൽ നമുക്ക് തരുന്ന മെസ്സേജൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ, അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാണുന്നുണ്ട്, അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ 111 കാണുവാണെങ്കിൽ ഓക്കെ ഇതിങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും അല്ലെ, അങ്ങനെയൊക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇല്ല, ഇതൊന്നും എനിക്ക് വേണ്ടതല്ല, ഞാൻ അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അതായത് ഇയാളുടെ ഗിൽറ്റി ഫീലിങ്ങും റിഗ്രറ്റും കാര്യങ്ങളിലൊക്കെ ഇയാളുടെ മൈൻഡ് കുടുങ്ങി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സൽ മെസ്സേജ് പോലും ഇയാൾ നോക്കുന്നില്ല, മനസ്സിലായി. ഇയാളുടെ അടുത്തോട്ട് വരുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇയാൾ എടുക്കുന്നില്ല. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്രഷനെന്നല്ല, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അംഗീകരിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ പോകത്തില്ലേ, ആ ഒരു രീതിയിലില്ല ഞാനിതൊന്നും അർഹിക്കുന്നതല്ല, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും അങ്ങനെയൊന്നും ശരിയാവത്തില്ല, ഇതെനിക്ക് വേണ്ട, അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മീൻസ് ഈ യൂണിവേഴ്സൽ മെസ്സേജസിനോടൊക്കെ ഇയാൾ കാണിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ലവേഴ്സ് കാർഡൊക്കെ വരുവാണെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും ഇത് നല്ല ഹൈലി ഒരു സോൾ കണക്ഷൻ ഉണ്ട്, മനസ്സിലായോ. അപ്പോൾ ട്വിൻ സോൾസ് ആയിരിക്കാം, സോൾമേറ്റ്സ് ആയിരിക്കാം, അതായത് അത്രയും ഡെപ്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഇയാൾ എത്രയൊക്കെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇയാൾക്ക് ഇപ്പോൾ ഒരു ഗിൽറ്റി ഫീലിങ്ങും റിഗ്രറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനുള്ള കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു സോൾ ലെവൽ കണക്ഷനുണ്ട്. അപ്പോൾ അവരുടെ മൈൻഡിൽ ഭയങ്കരമായിട്ടും എന്താ പറയുക, നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പിന്നെ എന്താ പറയുക, ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ട്വിൻ സോൾസൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ മാരേജ് ഒന്നും അല്ല ഇതിപ്പോൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക, അല്ല അങ്ങനെയൊക്കെ ഒരു സമാധാനം